ഇപ്പം നമ്മളുടെ ശരീരത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. നല്ല സൈസോ അല്ലെങ്കിൽ ആകാരരൂപമോ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ മാത്രം ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. പലതരത്തിലുള്ള ഫുഡുണ്ട്, റിസർച്ചസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശരീരത്തിൻ്റെ ഫുഡ് പലതരത്തിൽ നമുക്ക് കിട്ടും. ശരീരത്തെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ആക്കിയെടുക്കാം, ആരോഗ്യവാനായിട്ടിരിക്കാം. ഇവൻ നമ്മുടെ ആയുസ് പോലും ഭക്ഷണം നിയന്ത്രിക്കുന്നു എന്ന് പല കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ മൈൻഡ് ഫുഡിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. ഒരുപാട് കെയർ ഇപ്പോൾ പ്രത്യേകിച്ചും യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾ എന്ന് മാത്രമേ പ്രോട്ടീൻ ഷേക്കും ഒന്നും വേണ്ട. അവർ എന്താണ് പറയുന്നത്, ഫാസ്റ്റിങ്ങും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അങ്ങനെ അവരുടെ ശരീരത്തെ ഹെൽത്തി ആക്കാനായിട്ട്, ഷേപ്പുള്ളതാക്കാൻ, ഭംഗിയുള്ളതാക്കാൻ, അട്രാക്റ്റീവ് ആക്കാൻ ഇന്ന് ഒരുപാട് റിസർച്ചസും പ്രോഡക്ട്സും എല്ലാം ഉണ്ട്. പക്ഷെ മൈൻഡ് ഫീഡ് എന്താണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൈൻഡ് ഫീഡ് എന്ന് പറയുന്നത് എൻവറോൺമെൻറ്റാണ്, ചുറ്റുപാടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുമ്പം അമ്മയുടെ യൂട്രസിനകത്താണ് ജനിക്കുന്നത്. ആ അമ്മയുടെ സാഹചര്യങ്ങൾ കണക്കാക്കുമ്പം ഇന്ന് നമുക്കറിയാം, കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യർ മുതൽ വലിയ മണിമാളികയിൽ വളരുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അവരുടെ മാനസിക സംഘർഷാവസ്ഥ, അവരുടെ സാഹചര്യങ്ങൾ, അവർ കഴിക്കുന്ന ഫുഡ്, അവരുടെ ചിന്തകൾ ഒക്കെയും ആ കുഞ്ഞിനെ ബാധിച്ചു തുടങ്ങിയാണ്. അവൻ്റെ എൻവറോൺമെൻറ്റ്, അവൻ്റെ അമ്മയുടെ ഉദരത്തിലെ ആ യൂട്രസിനകത്തെ കണ്ടീഷനാണ്. അത് എല്ലാവരുടെയും ഒരുപോലെയല്ല. അപ്പം അവിടെ തുടങ്ങി വ്യക്തിയിൽ വ്യത്യാസം ആരംഭിക്കുകയാണ്. ഡോക്ടർ വിൻസെൻ്റ് പീലിൻ്റെ ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 തരം വ്യക്തികളാണ് ലോകത്തിലൊന്ന് നെഗറ്റീവ് ചിന്തയുള്ളവരും പോസിറ്റീവ് ചിന്തയുള്ളവരും, സർഗാത്മക ചിന്തയുള്ളവരും നിഷേധ ചിന്തയുള്ളവരും. അപ്പോൾ ആ സർഗാത്മക ചിന്ത അല്ലെങ്കിൽ നിഷേധ ചിന്ത അമ്മയുടെ ഉദരത്തിൽ ആരംഭിക്കുകയാണ്. ഒരു മോശം സാഹചര്യത്തിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റമുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ മോശമായ വീടും പരിസ്ഥിതിയുമുള്ള ഒരു സാഹചര്യത്തിലെ കുഞ്ഞിൻ്റെ ആ അമ്മയുടെ യൂട്രസിൽ കിട്ടുന്ന സൗകര്യമല്ല മറ്റൊരമ്മയുടെ അപ്പോൾ അവിടെ തുടങ്ങിയ വ്യത്യാസം വരികയാണ്. പിന്നെ ജനിച്ചു വീഴുന്ന ഹോസ്പിറ്റൽ മുതൽ അവർക്ക് കിട്ടുന്ന പരിചരണം മുതൽ പിന്നെ അവർ വീട്ടിൽ വരുമ്പോൾ ആ കുഞ്ഞ് വളരുന്ന അന്തരീക്ഷം മുതൽ മുഴുവനും വ്യത്യാസമാണ്. കുഞ്ഞ് കുറച്ച് വളരുമ്പോൾ അത് പോകുന്ന അംഗൻവാടിയിലാണ് പോകുന്നതെങ്കിൽ മറ്റേ കൊച്ചു എവിടെയാണ് പോകുന്നത്, വലിയ ഭയങ്കര സ്കൂളിൻ്റെ പ്രീ നഴ്സറികളിലാണ് അവർ പോകുന്നത്. അവർക്ക് അന്ന് മുതലേ എങ്ങനെ പെരുമാറണം, എങ്ങനെ പറയണം, എങ്ങനെ ചെയ്യണം എല്ലാം ട്രെയിൻഡാണ് അവർ. അവരുടെ ബുദ്ധി അളക്കുന്നു, അവരുടെ IQ അളക്കുന്നു, അവരേത് തരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ മാതാപിതാക്കൾ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ പോകുന്ന സ്ഥാപനങ്ങൾ അത്രയും, സ്കൂളുകൾ അത്രയും നല്ലതാണ്. ഈ കുഞ്ഞുങ്ങൾ അവർ അംഗൻവാടിയിലാണ് തുടങ്ങുന്നത്. എനിക്കറിയാം, ഇവിടെ ഒരു കോളനിയിൽ, ലക്ഷം വീട് കോളനിയാണ് പാക്കിൽ. അവിടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സാണ്. അവർക്ക് വെള്ളമില്ല, ആ ഭാഗത്തൊന്നും വെള്ളമില്ല. വെള്ളം കോട്ടയത്തില്ലാത്തതിൻ്റെ അവസ്ഥയെപ്പറ്റി അറിയാനായിട്ടും ഒരു ഡേറ്റ എടുക്കാനും പോയതാണ്. അവർക്ക് വെള്ളമില്ല, ടാങ്കുണ്ട്, പൈപ്പുണ്ട്, വെള്ളമില്ല. വെള്ളം കൊണ്ട് അടിക്കുന്നില്ല. അവിടെ ഒരു കിണറുണ്ട്, ആ കിണർ ശുദ്ധീകരിച്ചിട്ടില്ല. അപ്പം വെള്ളം പോലും ഇല്ലാത്ത, ബേസിക് നീഡായ വെള്ളം പോലും ഇല്ലാത്ത അംഗൻവാടികളുള്ള അല്ലെങ്കിൽ മോശമായ കെട്ടിടങ്ങളുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് അല്ലാത്ത ടീച്ചേഴ്സുള്ള അല്ലെങ്കിൽ ആയമാരുള്ള അവിടെയാണ് ഇവർ വളരുന്നത്. മറ്റു കുട്ടികളോ പല പല തലങ്ങളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പം. അതുപോലെ പിന്നെ അവർ വളർന്നു വരുമ്പോൾ അവർ വരുന്ന സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളുടെ അവസ്ഥ. ഗവൺമെൻറ് സ്കൂളൊക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാക്കിയെന്ന് പലരും പ്രസംഗം പറയുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് പോലും അറിയാത്തവർ. അപ്പോൾ ആ തരത്തിൽ അവരുടെ മൈൻഡിൽ കിട്ടുന്ന, അവരുടെ എൻവറോൺമെൻറ്റ്, അവർക്ക് കിട്ടുന്ന ആ മൈൻഡ് ഫുഡെന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസപ്പെട്ട് പിന്നെ അവർ വരുന്ന കോളേജുകൾ, അതിൻ്റെ അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഒരു ടീച്ചറിനോട് സംസാരിക്കുകയുണ്ടായി. അവർ കഴിഞ്ഞ ഈ മാസം റിട്ടയർ ചെയ്തപ്പോൾ അവർ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയുണ്ട്, ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവർ പറയാം, എൻ്റെ മിസ്സേ ഒരു ഉത്സാഹവുമില്ല അവർക്ക് യാതൊരു ഹോപ്പില്ലാത്തവരെ പോലെയാണ് അവർ ഭയങ്കര നിർവികാരരാണ്. അവർ നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതിൽ, അവർ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും, അവർ കമിഴ്ന്ന് കിടക്കും. ചോദിച്ചാൽ വയറുവേദനയാണ് അല്ലെങ്കിൽ തലവേദനയാണ്. നമുക്കത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുമില്ല. നമുക്കവരെ ശാസിക്കാൻ പറ്റില്ല. ശാസിച്ചാൽ ഉടനെ അത് എന്താണ് പറയുന്നത്, ചാനലുകാരെടുത്ത് ടീച്ചർ കുഞ്ഞിനെ പീഡിപ്പിച്ചു. അത്തരത്തിൽ ഭയങ്കര മോശമായ സാഹചര്യത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോയി. എന്നാൽ വളരെ കോമ്പീറ്റൻ്റായിട്ട് പഠിക്കുന്നവർ ഒരു സ്ഥലത്തുണ്ട്. ഞാൻ അന്നേരം ആലോചിച്ചപ്പോൾ ഇവർ സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ വരുന്ന സാധാരണ കുട്ടികളെന്ന് പറയുന്നത് അവർ ഇതുമാതിരി അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നവരാണ്.
നല്ല ഫാമിലിയിൽ അല്ലെങ്കിൽ നല്ല ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലയക്കും, റെസിഡൻഷ്യൽ സ്കൂളുകളിലയക്കും, വലിയ സ്ഥാപനങ്ങൾ കോളേജുകളിലയക്കും, അതിൻ്റെ ഉയരത്തിലേക്ക് വിദേശത്തയക്കും. അങ്ങനെ അവരുടെ ജീവിതം ഇവർ ഭദ്രമാക്കുമ്പം ഈ കുട്ടികളുടെ മൈൻഡ് ഫീഡിലേക്ക് അല്ലെങ്കിൽ മൈൻഡ് ഫീഡായിട്ട് ഇവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ ഡിഫറൻറ്റും ഇവർക്ക് ഒരു എന്താ പറയുന്നത് ഒരു തൃഷ്ണയോടുകൂടി ആഗ്രഹത്തോടുകൂടി പഠിക്കാത്ത ഒരവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ പറയുന്നുണ്ട്, ടീച്ചറെ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ. എൻ്റെ അടുത്തൊരു കുട്ടി ഞാൻ ഈയിടെ കണ്ടപ്പോൾ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്സേ ഞാൻ BSc നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, മാമിനെ അറിയാമല്ലോ, MScക്കും എനിക്ക് റാങ്ക് ഉണ്ട്, ഞാൻ BEd കഴിഞ്ഞു, ഞാൻ MEd കഴിഞ്ഞു, എനിക്കിപ്പം JRF പാസ്സായിട്ടുണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എനിക്ക് കിട്ടും, പക്ഷേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എവിടെ ജോലി കിട്ടും മാം, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ അപ്പനെ ഹാർട്ട് അറ്റാക്ക് വന്നു, എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമോ, ഞാനിനി എന്ത് ചെയ്യണം മാം, മുമ്പോട്ട് പഠിക്കണമെന്ന് മാമല്ലേ പറഞ്ഞു. എൻ്റെ ഉത്തരം മുട്ടിപ്പോയി. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ആ ഒരു അവസ്ഥയാണ്, അവരുടെ വീട്ടിലെ സ്ഥിതി മോശമൊന്നുമല്ല. അപ്പോൾ മോശമുള്ള കുട്ടികൾക്ക് ആ ഹോപ്പ് പോലും ഇല്ലാതെ, അപ്പോൾ ഈ ചിന്ത ഈ സർഗാത്മക ചിന്ത അവർക്ക് ഇല്ലാതെ ആകാൻ കാരണം അവരുടെ എൻവറോൺമെൻറ്റാണ്. ആ സർഗാത്മക ചിന്ത ഇല്ലാത്ത നിഷേധ ചിന്തയുമായിട്ട് വരുന്ന കുട്ടികളും സർഗാത്മക ചിന്ത വളരെ വലിയ ഉയരങ്ങളിൽ പഠിച്ചവരും ജീവിക്കേണ്ടത് ഒരേ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഓരോ വ്യക്തിയും സർഗാത്മക ചിന്തയുള്ളവരാക്കി മാറ്റാനായിട്ട് സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും അല്ലെങ്കിൽ സിസ്റ്റത്തിനും എല്ലാം കടമയാണ്. നമുക്ക് ഓരോരുത്തർക്കും മുതിർന്ന ഓരോ ആൾക്കാർക്കും അതിന് കടമയുണ്ട്. കാരണം ഇവർ വളരേണ്ടത് എങ്ങനെയൊക്കെ പഠിച്ചു വന്നാലും വേർതിരിഞ്ഞ് നിന്നാലും ഇവർ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, അവർക്ക് മാറി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദികൾ ആദ്യകാലം മുതൽ ഇവർക്ക് നല്ല കണ്ടീഷൻ കൊടുക്കാതെ അവരെ നിഷേധ ചിന്തയിലേക്ക് തള്ളിവിട്ട മുഴുവൻ സമൂഹത്തിനും അതിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.